ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോണത് മഹാരാഷ്ട്ര ഫേമസ് പലഹാരം ബക്കർവാടി. സോ അതിനായി നമ്മൾ എന്തൊക്കെ മാവ് കുഴക്കേണ്ടത് എന്താണെന്ന് നോക്കാം. വരും വീഡിയോയിലേക്ക് പോകാം. ഈ ബക്കർവാടി ഉണ്ടാക്കാനായി 1 കപ്പ് മൈദ, ഒരു 1/2 കപ്പ് അരിപ്പൊടി, പിന്നെ 1/2 കപ്പ് കടലമാവ് കേട്ടോ. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ചൂടായ 2 സ്പൂൺ എണ്ണയും ഒഴിച്ചു കൊടുക്കുക. ഏതെണ്ണ നിങ്ങൾ യൂസ് ചെയ്യണോ അത് മതി. എന്നിട്ട് ഇത്തിരി വെള്ളം ഉപയോഗിച്ചിട്ട് അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ബക്കർവാടി ഉണ്ടാക്കാനുള്ള മാവെല്ലാം കുഴച്ച് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഫില്ലിങ്ങിനുള്ള ഒരു പൊടി ഉണ്ടാക്കണം. സോ നമ്മൾ പൊടിയാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. വരും നോക്കാം. അതിനായി ഒരു 3 സ്പൂൺ ഉണക്കമല്ലി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 സ്പൂൺ വന്നിട്ട് കുരുമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ, ഏകദേശം 1 സ്പൂൺ ജീരകം. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. തേങ്ങ കൊപ്ര ആയാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അതിലേക്ക് 1 സ്പൂൺ കറുത്ത എള്ള് വന്ന് വെളുത്തതോ കറുത്തതോ ഏതുണ്ടോ അത് ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് ഫ്രൈ ചെയ്യൂ. അതിലേക്ക് ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക. നമ്മൾ ഡ്രൈ റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഇനി നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. എന്തായാലും ഇത് നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് തണുത്ത ശേഷം നമ്മൾ മിക്സിയിലിടുമ്പോഴാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടാൻ പോകുന്നത്. ഓക്കെ, ആറിയ ശേഷം അതിനെ ഒരു മിക്സി ജാറിലേക്ക് എല്ലാത്തിനെയും ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ പൊടി വന്നിട്ട് നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് എപ്പോൾ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെയാണ്. അതിലേക്ക് 1 സ്പൂൺ കായം, ആവശ്യത്തിന് ഉപ്പ്, ദെൻ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി ഇടുക എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് പഞ്ചസാര അല്ലെങ്കിൽ വെല്ലം. ഞാൻ വെല്ലപ്പൊടിയാണ് ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഒരുപാട് ഫൈൻ പേസ്റ്റ് അല്ലാതെ അരയ്ക്കുക, എന്നാൽ ഒരുപാട് തരിയും ആവാൻ പാടില്ല കേട്ടോ. ഇനി നമുക്കൊരു കട്ടാപ്പീട്ട ചട്നി ഉണ്ടാക്കണം. അതിനായി പുളിവെള്ളം കുറച്ച് തിക്കായിട്ട് കലക്കുക. അതിലേക്ക് ഒരു 2 സ്പൂൺ വെല്ലപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പഞ്ചസാര വേണമെങ്കിൽ അത് ഇടാം. ഞാൻ വെല്ലമാണ് ഇടുന്നത്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ എരിവ് വേണമെന്നുള്ളവർക്ക് നമ്മൾ നോർമൽ ചില്ലി പൗഡർ ഇടാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതൊരു തിക്ക് പേസ്റ്റായിട്ട് വരും കേട്ടോ. തിക്ക് പറഞ്ഞാൽ ഒരു സെമി സോളിഡ്, പരത്താൻ പാകത്തിലുള്ള ഒരു പേസ്റ്റ് കേട്ടോ. എന്നിട്ട് നമ്മൾ മാവ് എടുത്തിട്ട് അതിനെ ചെറിയ ഒരു ഉരുളയാക്കി എടുക്കുക കേട്ടോ. എടുത്ത ശേഷം അതിനെ നന്നായിട്ടൊന്ന് കുഴച്ച് അതിനെ നമ്മൾ കല്ലിലേക്കിട്ട് നമ്മളതിനെ ഒന്ന് പരത്തിയെടുക്കണം. അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മീൻസ് ഒരുപാട് കട്ടിയും പാടില്ല, എന്നാൽ പിന്നെ ഒരുപാട് തിന്നാവാനും പാടില്ല കേട്ടോ. ഫോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റണ പോലത്തെ ആയിരിക്കണം. അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ അറ്റം ഒന്ന് നമുക്ക് സ്ക്വയറായിട്ട് കിട്ടുന്ന പോലെ ഒന്ന് മുറിച്ചെടുക്കുക കേട്ടോ, 4 സൈഡും. ഇതിപ്പോൾ നമ്മൾ സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുത്ത് കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ കട്ടാമീട്ട ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അറ്റത്ത് എത്തരുത് കേട്ടോ ഒരുപാട്. ഓക്കെ, എന്നിട്ട് ആ പൊടി, നമ്മൾ ഉണ്ടാക്കി വെച്ച പൊടി വന്നിട്ട് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, വിതറി കൊടുക്കുക കേട്ടോ. എന്നിട്ട് കൈ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് അതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യരുത്. ഒരു മീഡിയം ഇതിൽ നമ്മളൊന്ന് റോൾ ചെയ്തെടുത്ത് അതിനെ ഒന്ന് ഉരുട്ടിയെടുത്ത് അതിൻ്റെ ആദ്യം അറ്റം ഷേപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും അതിനെ ഒന്ന് കട്ട് ചെയ്ത് കളയുക കേട്ടോ, 2 അറ്റവും. എന്നിട്ട് അതിനെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതിലും ചെറിയ കഷ്ണം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് കുറച്ച് വലുതായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഒരുപാട് വലുതില്ല, ഒരു ചെറിയ നോർമലിലും ഇത്തിരി വലിയ സൈസിലാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഇതെല്ലാം മുറിച്ചെടുത്ത് കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ ഒന്ന് എണ്ണയിലിട്ട് കോരിയെടുക്കണം.
ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കുകയാണ് കേട്ടോ എണ്ണയിൽ. ഹലോ വിയേഴ്സ്, ഇപ്പം നമ്മൾ ബക്കർവാടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്, പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സോ അത് വന്നിട്ട് ഇപ്പോൾ സ്നാക്സ്, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വെക്കേഷനാണ്, അപ്പോൾ ഒരു സ്നാക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, പിന്നെ അതിന് അങ്ങനെ അത്യാവശ്യം വലിയ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു തേങ്ങാപ്പൊടി ഉണ്ടാക്കണമല്ലോ, അതൊക്കെ നമുക്ക് വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഹാപ്പി കുക്കിംഗ്.